ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് നിങ്ങളോട് സംബന്ധിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു എന്നാദ്യം പറയാം. ഈ വേനലാവധി കഴിഞ്ഞ് തിരിച്ചു വന്നത് മുതൽ ഞാൻ മലയാളിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഭദ്രപ്പാടിനാണ് എന്റെ ഉമ്മ നാട്ടിലൂടെ പോകുന്ന ബസിന്റെ ബോർഡ് നോക്കി കോഴിക്കോട് എന്ന വായിച്ചതോടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കവിതകൾ വരെ ഉമ്മ എന്നെ വായിപ്പിക്കാൻ തുടങ്ങി. ഉമ്മയുടെ കളക്ഷനുള്ള പുസ്തകങ്ങൾ വായിച്ചു തീർന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ കോഴിക്കോട് കോഴിക്കാടായി മാറി എന്ന വളർച്ചയാണ് എന്റെ മലയാളത്തിലുണ്ടായത്. ഉമ്മ പ്ലാൻ ബി പ്രയോഗിച്ചു. ഞാൻ അങ്ങനെ പത്രം പാടാൻ തുടങ്ങി. സാധാരണ സ്കൂൾ വിട്ട് വീട്ടിൽ തിരിച്ചെത്തിയാൽ എന്റെ കളികളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറും. എന്താണ് ഭക്ഷണം എന്ന് നോക്കണം. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണെങ്കിൽ ഞാൻ വേഗം പോയി പത്രം എടുത്തിരിക്കും. പത്രം പറയുമ്പോൾ ഉമ്മ സാധാരണ ബുദ്ധിമുട്ടിക്കാറില്ല. അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിന്ന് രക്ഷപ്പെടണം. ഈ കഴിഞ്ഞ ഒക്ടോബർ 2 ഇതേപോലെ ഞാൻ പത്രം എടുത്തിരുന്നു. ആദ്യം വായിച്ച വാർത്തയിൽ തന്നെ ഞാൻ പിടഞ്ഞു. ചെന്നൈയിൽ പട്ടിണി കാരണം ആദ്യമായിട്ടാണ് വിശന്നിൽ ഒരാൾ മരിക്കുന്നത്. ലോകം ഇത്ര പുരോഗമിച്ചിട്ടും പട്ടിണി കാരണം ഒരാൾ മരിച്ചെന്ന് പറയുമ്പോൾ മരിച്ചത് മനുഷ്യത്വമല്ലെന്ന ചോദ്യം എപ്പോഴുണ്ടെങ്കിൽ മദ്രസയിലെ പ്രസംഗ മത്സരത്തിൽ എന്റെ വിഷയം ഇതായിരുന്നുവെന്ന് അന്ന് ഞാൻ തീരുമാനമെടുത്തു. അണ്ണാരക്കണ്ണ് തന്നാലായത് എന്നാണല്ലോ. പട്ടിണി അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒറ്റ